വിജിൻ, അതായത് കളിയിക്കാവിള കൊലപാതകം കഴിഞ്ഞ ദിവസമാണ് ക്വാറി ഉടമയായ ദീപുവിന്റെ കൊലപാതകം. നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് കൊലപാതകം ഉണ്ടായത്. ആ കൊലപാതകത്തിൽ മൂന്ന് പ്രതികളാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ ദീപുവിന്റെ കൊലപാതകത്തിൽ പ്രധാന പ്രതിയെന്ന് പറയുന്ന അമ്പിളി എന്ന സജികുമാറിന് മാത്രമാണ് ഈ ഒരു കൃത്യത്തിൽ നേരിട്ട് പങ്ക് എന്നാണ് പോലീസ് പറയുന്നത്. മറ്റ് രണ്ട് പ്രതികൾ കൂടി ഈ ഒരു കേസിലുണ്ട്. എന്താണ് പോലീസ് ഇവർക്ക് നേരിട്ട് പങ്കില്ല എന്നാണല്ലേ വ്യക്തമാക്കുന്നത്? നിർണായകമായ തെളിവുകളാണോ പോലീസിന് ലഭ്യമായിട്ടുള്ളത്? അഞ്ജന, ഏറെ നിർണായകമായ തെളിവുകൾ തന്നെയാണ് കേരള പോലീസിനും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിനും ലഭിച്ചിരിക്കുന്നത്. ഈ ദാരുണമായ കൊലപാതകത്തിൽ ദീപുവിനെ കൊലപ്പെടുത്തിയതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കില്ല എന്ന നിർണായകമായ തെളിവ് ദീപുവിൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ അമ്പിളിയിൽ നിന്നും ലഭിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാട് പോലീസിനൊപ്പം ഈ കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘവും പ്രത്യേക ടീമും ഈ കേസിൽ അന്വേഷണത്തിൽ സഹായിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലും കളിക്കാവിളയിലും ഈ തമിഴ്നാടിലും ആയി നടന്ന കുറ്റകൃത്യം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒക്കെ ആ പ്രദേശങ്ങളിൽ ആണ് നീണ്ടുനിന്നത്. കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാം ഏറ്റവും നിർണായകമായ പ്രതി എന്നൊക്കെ പറഞ്ഞിരുന്ന, അത്തരത്തിൽ പോലീസും കണക്കുകൂട്ടിയിരുന്ന സുനിൽകുമാറിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത്. പാറശാലയിൽ നിന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇയാളുടെ സഹായി പ്രദീപ് ചന്ദ്രൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. പാറശാലയിൽ വെച്ച് തന്നെയാണ് ഇയാളും അറസ്റ്റിലായത്. ഈ സുനിൽകുമാറും അതുപോലെ തന്നെ പ്രദീപ് ചന്ദ്രനുമൊക്കെ സഞ്ചരിച്ച വാഹനം ഉൾപ്പെടെ പോലീസ് നേരത്തെ പാറശാലയിലെ ഒരു സർവീസ് സെന്ററിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും നിർണായകമായി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അമ്പിളി എന്ന സജികുമാർ മാത്രമാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്. കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടല്ല കൊലപാതകം നടന്നത് എന്ന നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് കേസ് ഈ നിലവിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും ഏത് രീതിയിൽ മറ്റെന്താണ് മോട്ടീവ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസിന് കൃത്യമായ വ്യക്തത വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ഈ കൊല്ലപ്പെട്ട ദീപുവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും നിർണായകമായിരിക്കുന്നത് ഈ രേഖകൾ, ഈ തെളിവുകൾ തന്നെയാണ്. നിലവിൽ ദുരൂഹത മറ്റൊരു വഴിക്കാണ് കേസിൽ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അമ്പിളി ഈ കേസിൽ, ഈ പ്രതിയായിട്ടുള്ള അമ്പിളി എന്ന് വിളിക്കുന്ന സജികുമാർ ഈ കേസിൽ പോലീസിന് പൂർണ്ണമായും തെളിവുകൾ എല്ലാം അവശേഷിപ്പിച്ചുകൊണ്ട് തെളിവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടാത്ത രീതിയിൽ ഉള്ള ഒരു നീക്കമായിരുന്നു അമ്പിളിയുടെ ഭാഗത്തുനിന്ന് കൊല നടത്തിയ ശേഷം ഉണ്ടായിരുന്നത്. ക്ലോറോഫോം മണപ്പിച്ച് സർജിക്കൽ ബ്ലേഡ് കൊണ്ടാണ് ഇയാൾ ദീപുവിനെ കൊലപ്പെടുത്തിയത്. കാറിൽ നിന്ന് കാറ് ഓൺ ചെയ്തിട്ടാണ് ഈ അമ്പിളി പുറത്തേക്ക് ഇറങ്ങുകയും നടന്നു പോവുകയും ചെയ്തത്. വളരെ നിർണായകമായ തെളിവുകൾ തന്നെയാണ് പോലീസിന് ലഭിക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിൽ നേരത്തെ ആദ്യം തന്നെ അറസ്റ്റിലായ അമ്പിളി എന്ന് പറയുന്ന സജികുമാറാണ് ഈ ഒരു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കേരള പോലീസിനും അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസിനും ലഭിച്ച നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിശദാംശങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് നടത്തിയ ഒരു അന്വേഷണം, വളരെ പെട്ടെന്ന് തന്നെ ചുരുളഴിച്ച ഒരു കൊലപാതകത്തിൻ്റെ കഥ കൂടിയാണ് കളിയിക്കാവിളയിലെ കൊലപാതകം. കേരള പോലീസിൻ്റെ അന്വേഷണ മികവിനെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. വളരെ മികച്ചൊരു അന്വേഷണം തന്നെയായിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തിയത്.